നമ്മൾ മനസ്സിലാക്കിയതുപോലെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന ഒരു പ്രവണത തുടർച്ചയായി കഴിഞ്ഞ 2-3 വർഷമായി അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെയും ഇസ്രായേലിൻ്റെ സൈന്യവും സംയുക്തമായി ചേർന്നുകൊണ്ട് ലോകത്ത് നടപ്പിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം 100-ലധികം വരുന്ന കുഞ്ഞുങ്ങൾ 7 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെയും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ അവരുടെ ചിതറിത്തെറിച്ച ശരീരങ്ങളിലേക്ക്, അവരുടെ കുഞ്ഞു ഷൂസുകളിലേക്ക് ഓടിയെത്തുന്ന ഉമ്മമാരുടെ ചിത്രം ലോകത്തെ എല്ലാ മാതാപിതാക്കളെയും കരയിപ്പിച്ചിരിക്കും. പക്ഷേ സാമ്രാജ്യത്വത്തിൻ്റെ 2 ദുരന്തമുഖമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെയോ അതോടൊപ്പം ഇസ്രായേലിൻ്റെ സൈനിസത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള നെതന്യാഹുവിനെയോ അത് വേദനിപ്പിക്കുന്നില്ല എന്നുള്ളത് മനുഷ്യത്വം വറ്റിവരേണ്ട 2 രാഷ്ട്രങ്ങളുടെ തലവന്മാരായി അവർ മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ പകുതി വലുപ്പമുള്ള തമിഴ്നാടും കേരളവും അടങ്ങുന്ന ജനസംഖ്യ മാത്രമുള്ള 9 കോടി മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു വലിയ പ്രദേശമാണ്. കാലങ്ങളായി ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടിട്ടും സ്വന്തമായി പിടിച്ചു നിൽക്കാൻ സന്നദ്ധമായ ഒരു രാഷ്ട്രത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാൻ ഇന്ത്യ രാജ്യവുമായി എക്കാലത്തും നല്ല ബന്ധം പുലർത്തിയതാണ്. ആ ഇന്ത്യ രാജ്യവുമായി ബന്ധം പുലർത്തിയ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ അകത്തളങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്വം കയറി അതിൻ്റെ ഒരു പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയിട്ട് 2 വരി കൊണ്ട് അപലപിക്കാൻ പോലും തയ്യാറാകാത്ത നരേന്ദ്രമോദി ഇന്ത്യ കണ്ട ഏറ്റവും പിന്തിരിപ്പനായ പ്രധാനമന്ത്രിയാണെന്നാണ് ഈ യുദ്ധവിരുദ്ധ റാലിയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എഫ്സ്റ്റീൻ ഫയലുകളിലെ അവിശുദ്ധ ജീവിതങ്ങൾ പുറത്തു വരുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും നരേന്ദ്രമോദിയും കൂടി ഇത്തരത്തിലുള്ള ഈ സമീപനങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി നമ്മൾ ഉറച്ചു പറയുന്നു, 60,000 കുഞ്ഞുങ്ങൾ ഗസയിൽ മരണപ്പെട്ടു. ആ കുഞ്ഞുങ്ങൾ വിത്തുകളായി എല്ലാവരും ഗസയിലേക്ക് നോക്കി അവരെന്താണ് വിരിയാത്തതെന്ന്. പക്ഷെ അവർ വിരിഞ്ഞത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയായ ന്യൂയോർക്കിലാണ്. അവിടെ നിന്ന് പ്രസംഗിച്ച വ്യക്തി, ഞാൻ ഫലസ്തീൻ പക്ഷമാണ്, ഞാൻ ഇസ്രായേലിനെതിരാണെന്ന് 1000 വട്ടം പ്രസംഗിച്ച, വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച സുഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ മൂക്കിനെതായ അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ പക്ഷ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് വാങ്ങിക്കൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുറക്കെ പറയുന്നു, ലോകത്തെ സകല അനീതികൾക്കുമെതിരെ ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന മൂസയെപ്പോലെ അമേരിക്കയുടെ കൊട്ടാരത്തിൽ, ആധുനിക ഫറോവമാരുടെ കൊട്ടാരത്തിൽ മംദാനിയെപ്പോലെയുള്ള മൂസമാർ വളരുന്നുണ്ട് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ ജാഗ്രതയിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. അതുകൊണ്ട് എവിടെയെന്നാണോ ഇത്തരം മനുഷ്യത്വ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചത് അതേ തറവാട്ടുമുറ്റത്ത് തന്നെ മനുഷ്യപക്ഷ നിലപാടുകളുടെ പതാക പാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ അർത്ഥത്തിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മൾ മരണപ്പെട്ട വ്യക്തികൾ ഒരു രാഷ്ട്രത്തിന് വേണ്ടി സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടിയാണ് അലി ഖാംനഈ എന്ന് പറയുന്ന ആയത്തുള്ള ഖാംനഈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നത് 86-ാമത്തെ വയസ്സിൽ വയോവാർദ്ധക്യത്തിന്റെ അവശതകൾ പേറി വീട്ടിലേക്ക് വരുന്ന ഏതെങ്കിലും പാലിയേറ്റീവ് കെയറിന്റെ ഹോം കെയർ സന്ദർശനത്തിന്റെയും സംരക്ഷണത്തിന്റെയും മറവിൽ അവസാനം ഒരു ബന്ധുക്കളുടെ നടുവിലിരുന്നു കൊണ്ട് അവസാന ശ്വാസം വലിച്ച് മരിക്കാൻ തയ്യാറാകാത്ത ധീര സ്വാതന്ത്ര്യ സമര പോരാളിയായി ഇറാന്റെ ചരിത്രത്തിലും ലോകത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ കണക്ക് പുസ്തകത്തിലും അലി ഖാംനഈ എന്ന് പറയുന്ന ആയത്തുള്ള ഖാംനഈ എന്ന് പറയുന്ന ആ മഹത്തായ വ്യക്തിത്വം രേഖപ്പെടുത്തപ്പെടും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമുക്കറിയാം, 500 വർഷത്തിന് ശേഷമാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. 1498-ൽ നമ്മുടെ കാപ്പാട് അധിനിവേശ പോരാട്ടത്തിന്റെ ഭാഗമായി, അധിനിവേശ സാമ്രാജ്യ ശക്തിയുടെ പ്രതീകമായിക്കൊണ്ട് വാസ്കോ ഡ ഗാമ കാലുകുത്തിയ ദിനം മുതൽ 500 വർഷത്തോളം നമ്മൾ പോരാടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നോ നാളെയും സാമ്രാജ്യത്വത്തിന്റെ അടക്കം ചെയ്യപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ അർത്ഥത്തിൽ വർഷങ്ങളേറെ കഴിഞ്ഞാലും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടി, അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് വേണ്ടി മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ചവരായി ഇത്തരം നേതാക്കന്മാർ വാഴ്ത്തപ്പെടുമെന്നും ചരിത്രത്തിൽ ആത്മഹത്യ ചെയ്ത 20-ാം നൂറ്റാണ്ടിലെ ഹിറ്റ്ലറിനെ പോലെ മാനസികമായി തകർന്നും തരിപ്പണമായും ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം നെതന്യാഹുവും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത്, ലോകത്തിന്റെ ഏതു കോണിൽ പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഈ നാട്ടിൽ മുദ്രാവാക്യം വിളിച്ചിരിക്കും. കഴിഞ്ഞ വെനസ്വലയിലെ പ്രസിഡന്റിന്റെ അടുത്തു നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെയും പ്രസിഡന്റിനെയും നാട്ടിലേക്ക് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ അമേരിക്കയുടെ ധിക്കാരത്തിനെതിരെ നമ്മൾ കോഴിക്കോടങ്ങാടിയിൽ പ്രകടനം വിളിച്ചവരാണ്. അങ്ങനെ ലോകത്തിന്റെ ഏതു കോണിൽ അനീതി നടക്കുന്നുവോ അതിനെതിരെ ശക്തമായ മുദ്രാവാക്യം വിളിക്കാനും തീപ്പന്തമുയർത്താനും സമരമുദ്രാവാക്യം വിളിക്കാനും ഉത്തരവാദിത്തമുള്ള ഒരു യുവജന സംഘടന എന്ന നിലയിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് കൃത്യമായ പാരമ്പര്യമുള്ള ഈ ഒരു വലിയ ജില്ലയുടെ, കോഴിക്കോട് ജില്ലയുടെ മലബാറിന്റെ സ്വാതന്ത്ര്യ സമരദാഹങ്ങൾ ഉള്ളിൽ പേറുന്ന ഈ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകന്മാരെ, നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ അധിനിവേശ വിരുദ്ധ, സാമ്രാജ്യത്വ വിരുദ്ധ റാലിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം യൂത്ത് ലീഗ്, ജയ് ഹിന്ദ്.